എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ജൂലൈ 23 നമ്മുടെ ബഡ്ജറ്റ് വരികയാണ്. എല്ലാവരുടെയും എക്സ്പെക്റ്റേഷൻ ഇതുവരെ ബഡ്ജറ്റായിരുന്നു. അതോടൊപ്പം തന്നെ Q1 റിസൾട്ടുകൾ തീർച്ചയായിട്ടും വലിയ എക്സ്പെക്റ്റേഷനാണ് യൂണിയൻ ബഡ്ജറ്റിനെ കുറിച്ച്. അതുപോലെ തന്നെ Q1 റിസൾട്ടുകളും എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് പല സെക്ടേഴ്സും ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ട് കാഴ്ചവെക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ ഒപ്റ്റിമിസ്റ്റിക് ആണ്. പക്ഷേ റെഗുലേറ്റേഴ്സ് വളരെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള മെഷേഴ്സ് എടുത്തിരിക്കുകയാണ്. മാർക്കറ്റിൽ ഇത്തരത്തിലുള്ളൊരു മുന്നേറ്റം കാണുമ്പോൾ സാധാരണ രീതിയിൽ ഗ്ലോബലി എടുക്കുന്ന തരത്തിലുള്ള മെഷേഴ്സ് തന്നെയാണ് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം പ്രോഫിറ്റ് ബുക്കിംഗ് ഹയർ ലെവലിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഇതൊരു വലിയൊരു ക്രാഷിനുള്ള കാരണമൊന്നും ആയിട്ട് മാറാൻ പോകുന്നില്ല. ഇനി നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച അമേരിക്കയിൽ S&P 500 അതുപോലെ തന്നെ നാസ്ഡാക്കൊക്കെ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒപ്പം സ്റ്റോക്കുകൾ, ടെക്നോളജി സ്റ്റോക്കുകൾ, പ്രത്യേകിച്ച് ടെസ്ല, ആപ്പിള്, മെറ്റാ പ്ലാറ്റ്ഫോം, മൈക്രോസോഫ്റ്റ്, ആമസോൺ, ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ പുതിയ റെക്കോർഡ് ഹൈ 52 വീക്ക് ഹൈയിലൊക്കെയാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആപ്പിൾ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തു. അതുപോലെ തന്നെ മെറ്റാ പ്ലാറ്റ്ഫോം റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തു. മൈക്രോസോഫ്റ്റ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തു. ടെസ്ല പുതിയ 52 വീക്ക് ഹൈയിൽ ക്ലോസ് ചെയ്തു. ആമസോൺ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തു. ഇതൊക്കെയാണ് വെള്ളിയാഴ്ച അമേരിക്കൻ മാർക്കറ്റിൽ കണ്ടത്. അമേരിക്കയിൽ വന്നുകൊണ്ടിരിക്കുന്ന എക്കണോമിക് ന്യൂസുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഇൻഫ്ലേഷൻ താഴെ വരുന്നു. അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ മുതലൊരു പക്ഷേ US ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാനുള്ളൊരു ഡിസിഷൻ എടുത്തേക്കാം എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് അമേരിക്കൻ മാർക്കറ്റിൽ നമ്മൾ വെള്ളിയാഴ്ച കണ്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഗോൾഡ് വീണ്ടും റാലിയാണ്. ഗോൾഡ് തീർച്ചയായിട്ടും അമേരിക്കയിൽ പലിശ നിരക്ക് കട്ട് ചെയ്ത് തുടങ്ങിയാൽ ഏറ്റവും പോസിറ്റീവ്ലി ഇമ്പാക്റ്റഡ് ആവാൻ പോകുന്നൊരു സേഫ് ഹെവൻ അസറ്റ് ഗോൾഡാണ്. ഗോൾഡ് വീണ്ടും $2,400 പെർ ഔൺസ് ഹിറ്റ് ചെയ്തിരിക്കുകയാണ് വെള്ളിയാഴ്ച. തീർച്ചയായിട്ടും അടുത്ത ആഴ്ചകളിൽ ഗോൾഡ് ഒരുപക്ഷെ പുതിയ റെക്കോർഡ് ഹൈറ്റ് എന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. പ്രത്യേകിച്ച് അമേരിക്കയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്നുള്ള ഡിസിഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഗോൾഡിനൊപ്പം തന്നെ സിൽവർ മുന്നേറുകയാണ്. കോപ്പർ, മറ്റെല്ലാ കമ്മോഡിറ്റികളും വെള്ളിയാഴ്ച ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്, ഇൻക്ലൂഡിങ് ബ്രെൻഡ് ക്രൂഡ് ഓയിൽ. അപ്പം നമ്മളെ സംബന്ധിച്ച് പൊതുവേ കമ്മോഡിറ്റി സ്റ്റോക്ക് മാർക്കറ്റുകളെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകളിൽ ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു വെള്ളിയാഴ്ച നമ്മൾ കണ്ടത്. ഒപ്പം നമ്മൾ ഏഷ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച ജാപ്പനീസ് നിക്കൈ 225 വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒപ്പം ടോപ്പിക്സ് 2000 ഇൻഡെക്സ് ഉണ്ട്. ജപ്പാനിൽ 2000 സ്റ്റോക്കുകളുടെ ഗേജാണ്, അതും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷൻ സംബന്ധിച്ചുള്ള ന്യൂസ് ഫ്ലോസ് ആണ്. അമേരിക്കയിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് ജോ ബൈഡൻ ഒരുപക്ഷെ പരാജയപ്പെട്ടേക്കാം. പഴയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിൽ എത്തിയേക്കാം എന്നുള്ളൊരു ന്യൂസ് ഫ്ലോസ് ഒക്കെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ട്രംപ് വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോളിസികൾ എടുക്കാൻ പോകുന്നത് ചൈനയ്ക്ക് അഗൻസ്റ്റ് ആണ്. അത് പൊതുവെ പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ആകാൻ പോകുന്നത് ജപ്പാനും അതുപോലെ തന്നെ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ ഈ ന്യൂസ് ഫ്ലോസ് ജാപ്പനീസ് മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള ബയ്യിങ്ങിന് കാരണമാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിലും കാണാം. ജാപ്പനീസ് പാരൻ്റ് മെജോറിറ്റി ഹോൾഡ് ചെയ്യുന്ന ഇന്ത്യയിലത്തെ പല കമ്പനികളിലും വീണ്ടും മുന്നേറ്റം കാണാനുള്ള ചാൻസസ് ഉണ്ട്. നിപ്പോൺ ലൈഫ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി, സുമിതാമോ കെമിക്കൽസ്, അതുപോലെ തന്നെ മാരുതി സുസുക്കി, ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ വീണ്ടും അടുത്ത ആഴ്ചകളിലൊക്കെ നല്ല രീതിയിലുള്ളൊരു മുന്നേറ്റം പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ പൊതുവെ മറ്റു ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ പൊതുവെ മാർക്കറ്റ്, ഗ്ലോബൽ മാർക്കറ്റുകളെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി പോസിറ്റീവ് ആണ്. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഉള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒത്തുതീർപ്പിലാവുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അതിനൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്ലോബൽ മാർക്കറ്റുകളെ സംബന്ധിച്ചത് ചെറിയ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കാം. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ജൂലൈ 23 വരുന്ന യൂണിയൻ ബഡ്ജറ്റാണ്. ഒപ്പം ഈ ആഴ്ച മുതൽ പുറത്തു വരാൻ പോകുന്ന Q1 റിസൾട്ടുകളാണ്. ടെക്നോളജി കമ്പനികളെല്ലാം തന്നെ ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ടാണ് കാഴ്ചവെക്കും എന്നുള്ള എക്സ്പെക്റ്റേഷൻ മാർക്കറ്റിലുണ്ട്. അപ്പം യൂണിയൻ ബഡ്ജറ്റിൽ വലിയ പ്രതീക്ഷകളാണ്. പ്രത്യേകിച്ച് റെയിൽവേസ്, ഹോസ്പിറ്റാലിറ്റി രംഗം, അതുപോലെ തന്നെ
ഇൻഫ്രാസ്ട്രക്ചർ രംഗം, റിന്യൂവബിൾ എനർജി, ഇത്തരത്തിലുള്ള സെക്ടേഴ്സിനെ സംബന്ധിച്ച് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ആണ് ബഡ്ജറ്റിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സെക്ടർ സ്റ്റോക്കുകളൊക്കെ മുന്നേറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന സെക്ടർ സ്പെസിഫിക് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ റെയിൽവേസ് തന്നെയാണ് സെൻട്രൽ സ്റ്റേജിൽ നിൽക്കുന്നത്. എക്സിസ്റ്റിംഗ് വാഗൺസ് മാറാനുള്ള തീരുമാനം, അതുപോലെ തന്നെ പുതിയ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ, മെട്രോ ട്രെയിനുകൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള തീരുമാനങ്ങൾ, അതുപോലെ തന്നെ പുതിയ വാഗൺ ടെൻഡേഴ്സ് പുറപ്പെടുവിക്കാനുള്ള തീരുമാനം, ഇതൊക്കെ റെയിൽവേ ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ റെയിൽവേനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റാലിറ്റി രംഗത്ത് വലിയ രീതിയിലുള്ള പ്രതീക്ഷകളാണുള്ളത്. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റാറ്റസ് കൊടുക്കുന്നതാണ് പ്രതീക്ഷ. അങ്ങനെ വരികയാണെങ്കിൽ ഹോട്ടൽസിനെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. ഇൻഫ്രാസ്ട്രക്ചർ രംഗം തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇക്കൊല്ലം കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് ഇൻഫ്രാ റിലേറ്റഡ് സെക്ടറുകളിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തും വളരെ പ്രതീക്ഷയാണ് ബഡ്ജറ്റിനെ കുറിച്ചുള്ളത്. റിന്യൂവബിൾ എനർജി രംഗത്ത്, കാരണം 2030 ആകുമ്പോഴേക്കും നമുക്ക് വലിയ രീതിയിൽ പവർ പ്രൊഡക്ഷനൊക്കെ കൂട്ടേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ ഡാറ്റാ സെൻറ്റേഴ്സിൻ്റെ യൂസ്, അതുപോലെ തന്നെ മറ്റ് പലതരത്തിലുള്ള യൂസേജ് വെച്ച് നോക്കുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള സമ്മർ അല്ലെങ്കിൽ ഓവർ ഹീറ്റഡ് സിറ്റുവേഷനൊക്കെ ഓവർകം ചെയ്യണമെങ്കിൽ ധാരാളം എയർ കണ്ടീഷണറുകളും അതുപോലെ തന്നെ മറ്റ് എക്യുപ്മെൻറ്റുകളൊക്കെ പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇതിനെല്ലാം പവറാണ് ആവശ്യം. അപ്പോൾ പവർ ജനറേഷന് വേണ്ടിയുള്ള പല പ്രഖ്യാപനങ്ങളും വീണ്ടും ബഡ്ജറ്റ് ഉണ്ടാവും എന്നുള്ള എക്സ്പെക്റ്റേഷനൊക്കെ ഉണ്ട്. ഒപ്പം നമ്മുടെ ഡിഫൻസ് റിലേറ്റഡ് കമ്പനികളെ സംബന്ധിച്ച് ഇന്ത്യൻ ഡിഫൻസ് കമ്പനികളെ ഒരു എക്സ്പോർട്ട് ഓറിയൻറ്റഡ് കമ്പനികളാക്കി മാറ്റാനുള്ള തീരുമാനത്തിലാണ് ഗവൺമെൻറ്. ധാരാളം ഡൊമസ്റ്റിക് കമ്പനികൾക്ക് ധാരാളം ഓർഡേഴ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതീക്ഷകളൊക്കെ ബഡ്ജറ്റിൽ നിന്നുണ്ട്. ഒപ്പം ഇൻകം ടാക്സ് സ്ലാബ് റിലേറ്റഡ് ആയിട്ടുള്ള റിഫോംസ് വന്നേക്കാം, ടാക്സ് റേറ്റ് കട്ട് ചെയ്തേക്കാം, ഇത്തരത്തിലുള്ള പ്രതീക്ഷകളും മാർക്കറ്റിലുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രോത്ത് ഓറിയൻറ്റഡ്, അതേസമയം റിഫോം ഓറിയൻറ്റഡ്, അതേസമയം പോപ്പുലിസമുള്ള പബ്ലിക്കിന്, കോമൺ മാന് കൂടുതൽ ബെനിഫിറ്റുള്ള ഒരു ബഡ്ജറ്റാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കാരണം 4 മാസത്തിനുള്ളിൽ 4 സ്റ്റേറ്റ് അസംബ്ലി ഇലക്ഷൻ ഇപ്പോഴത്തെ കോalition ഗവൺമെൻറ് ഫേസ് ചെയ്യേണ്ടതുണ്ട്. ഇതിൽ വലിയ രീതിയിൽ പരാജയം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കോalition പ്രഷറൊക്കെ ഗവൺമെൻറ്റിനുള്ളിൽ വന്നേക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ബാലൻസ്ഡ് ബഡ്ജറ്റാണ്, എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടുള്ളൊരു ബഡ്ജറ്റായിരിക്കും ഈ വർഷം വരാൻ പോകുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിനെ സംബന്ധിച്ചും എക്കണോമിനെ സംബന്ധിച്ചും ഇന്ത്യൻ കോമൺ മാനെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. ഇനി നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ, കമ്പനി സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും മേജറായിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് കഴിഞ്ഞ ആഴ്ചയിൽ നടത്തിയിട്ടുള്ളത് റൈമണ്ട് ലിമിറ്റഡ് ആണ്. അവരുടെ റിയൽ എസ്റ്റേറ്റ് സെഗ്മെൻറ്റ് ഡിമർജ് ചെയ്തിട്ട് ലിസ്റ്റ് ചെയ്യാണ്. റേഷ്യോ 1:1 ആണ്. ഓൾറെഡി ലൈഫ് സ്റ്റൈൽ ബിസിനസ് ഡിമർജ് ചെയ്ത് ലിസ്റ്റ് ചെയ്യുന്ന തിരക്കിലാണ്. ആ പ്രഖ്യാപനത്തിന് ഇടയിലാണ് വീണ്ടും ഒരു ഡിമർജർ അനൗൺസ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടൊരു ഇമ്പാക്റ്റ് ആണ് റൈമണ്ടിന് നൽകിയിട്ടുള്ളത്. റൈമണ്ടിനെ സംബന്ധിച്ച് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇത് വീണ്ടും പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. കാരണം ഇപ്പോൾ 100 റൈമണ്ട് ഷെയറുകൾ 80 ഷെയർ റൈമണ്ട് ലൈഫ് സ്റ്റൈൽ കിട്ടും. അതുപോലെ തന്നെ 100 ഷെയർ റിയൽ എസ്റ്റേറ്റ് കിട്ടും. ബാലൻസ് ഡിമർജറിന് ശേഷം വരുന്ന റൈമണ്ടിൽ എഞ്ചിനീയറിംഗ് ഡിവിഷനാണ്. ഈ എഞ്ചിനീയറിംഗ് ഡിവിഷൻ ഓട്ടോമൊബൈൽ സെക്ടറും അതുപോലെ തന്നെ ഡിഫൻസ് എയറോസ്പേസ് സെക്ടറാണ്. ഭാവിയിൽ ഇതും ഡിമർജ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഹിൻ്റൊക്കെ തന്നെയാണ് മാനേജ്മെൻറ്റിൻ്റെ ടോക്കിലുള്ളത്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ഡിമർജർ റൈമണ്ടിൽ ഭാവിയിൽ പ്രതീക്ഷിക്കാം. ഒപ്പം ഡെറ്റ് ഫ്രീ കമ്പനിയാണ്. റിയൽ എസ്റ്റേറ്റ് ഡിവിഷൻ നോക്കുകയാണെങ്കിൽ എക്സലൻറ്റ് പെർഫോമൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഡിമർജർ കഴിയുമ്പോഴും റൈമണ്ടിനെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് നമുക്കുള്ളത്. നമ്മുടെ തന്നെ ടോപ്പ് പിക്കുകൾ ഒന്നും കൂടിയാണ് റൈമണ്ട് ലിമിറ്റഡ്. നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് വളരെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സിന് പ്രോഫിറ്റ് മതിയായിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ പ്രോഫിറ്റ് പിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ കീപ്പ് ചെയ്യുകയാണെങ്കിൽ തങ്ങളുടെ റിസ്കിനനുസരിച്ച്, റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് കീപ്പ് ചെയ്യുന്നത് നന്നായിരിക്കുന്നതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ആർമിക്ക് ഏറ്റവും ആവശ്യം നല്ല സോഫിസ്റ്റിക്കേറ്റഡ് വെപ്പൺസും അതുപോലെ തന്നെ ടാങ്കുകളൊക്കെയാണ്. LNT പുതിയൊരു ലൈറ്റ് ബാറ്റിൽ ടാങ്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോറാവാർ എന്നാണ് ഇതിൻ്റെ പേര്. 25 ടണ്ണാണ്. ലഡാക്ക് ചൈനീസ് ബോർഡറിലൊക്കെ ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയാണ്. ആർമിക്ക് 354 ടാങ്കുകളാണ് ആവശ്യം. 59
ഓൾറെഡി LNT മാനുഫാക്ചർ ചെയ്ത് ടെസ്റ്റിങ്ങിലാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് LNTനെ സംബന്ധിച്ച്. ഇൻഫ്ര കോൺഗ്ലോമറേറ്റ് കമ്പനിയാണ് LNT. ധാരാളം സെഗ്മെൻറ്റുകൾ LNTയുടെ അണ്ടറിലുണ്ട്. ഇതൊക്കെ ഭാവിയിൽ നേരത്തെ നമ്മൾ റൈമണ്ട് ചെയ്ത പോലെ ഒരു ഡീമർജറൊക്കെ വരികയാണെങ്കിൽ വലിയ രീതിയിലുള്ളൊരു വാല്യൂ ക്രിയേഷൻ ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ടാവാനുള്ള ചാൻസസ് ആണ്. ഒപ്പം ബഡ്ജറ്റിൽ വരാൻ പോകുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ ഡിഫൻസ് റിലേറ്റഡ്, ഇൻഫ്ര റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സെക്ടർ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ LNTനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. തീർച്ചയായിട്ടും LNT ഒരു പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കാനുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ സിഗ്നേച്ചർ ഗ്ലോബൽ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. നല്ല രീതിയിൽ ലക്ഷറി സെഗ്മെൻറ്റിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. നമ്മുടെ തന്നെ ടോപ്പിക്കുകളൊന്നാണ്. Q1 ബിസിനസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എക്സലൻറ്റ് ബിസിനസ് അപ്ഡേറ്റ് ആണ്. ഒപ്പം ഡെറ്റും റെഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഈ കമ്പനീനെ സംബന്ധിച്ചും പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഓൺഗോയിങ് ഡിമർജർ പ്രോസസ്സിലുള്ള കമ്പനിയാണ് വേദാന്ത ലിമിറ്റഡ്. 100 ഷെയർ 600 ഷെയർ ആയിട്ട് മാറും. വിവിധ സെക്ടേഴ്സ്, ആ കമ്പനിയിലുള്ള സെക്ടേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഡിമർജർ ഗെയിൻ നല്ല രീതിയിൽ ലഭിക്കാൻ ചാൻസസ് ഉള്ളൊരു കമ്പനിയും കൂടിയാണ് വേദാന്ത ലിമിറ്റഡ്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മിനറൽസ് കമ്പനിയും കൂടിയാണ് വേദാന്ത. അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയാണ് നമുക്കുള്ളത്. നമ്മൾ റെക്കമെൻഡ് ചെയ്ത ലെവലിൽ നിന്ന് ഓൾമോസ്റ്റ് 100% റിട്ടേൺ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫർദർ നമ്മൾ ഡിമർജർ കഴിയുമ്പോൾ സം ഓഫ് ദ പാർട്സ് വാല്യുവേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഇപ്പോഴത്തെ ആ പ്രൈസിൻ്റെ ഓൾമോസ്റ്റ് ഡബിളൊക്കെ തന്നെയാണ്. അപ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഡിമർജർ ഗെയിൻ ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് വേദാന്ത ലിമിറ്റഡ് വാങ്ങി വയ്ക്കാം. ഒപ്പം എവരി ക്വാർട്ടറിൽ ഇൻ്ററിം ഡിവിഡൻഡ് അനൗൺസ് ചെയ്യുന്ന കമ്പനി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ പോയിന്റ് ഓഫ് വ്യൂവിലും പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇൻവെസ്റ്റേഴ്സിന് കിട്ടാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ വേദാന്ത ഗ്രൂപ്പിൻ്റെ കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ സിങ്ക്. സിൽവർ വലിയ രീതിയിൽ കൺസംഷൻ ഡിമാൻഡ് കൂട്ടുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ സിൽവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏക കമ്പനി എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ സിങ്ക് ആണ്. സിങ്കിൻ്റെ ബൈ പ്രോഡക്റ്റും കൂടിയാണ് സിൽവർ. അപ്പോൾ സിൽവർ പ്രൈസിൻ്റെ ഇമ്പാക്റ്റ് കിട്ടാൻ പോകുന്ന ഹിന്ദുസ്ഥാൻ സിങ്കിനും ഒപ്പം അതോടൊപ്പം തന്നെ ഹിന്ദുസ്ഥാൻ സിങ്കിൻ്റെ മെജോറിറ്റി ഹോൾഡ് ചെയ്യുന്ന വേദാന്തയ്ക്കൊക്കെ തന്നെയാണ്. തീർച്ചയായിട്ടും ഈ രണ്ട് കമ്പനികളും നല്ല രീതിയിൽ മുന്നേറിയാക്കാം. ഒപ്പം എല്ലാ ക്വാർട്ടറിലും ഇൻ്ററിം ഡിവിഡൻറ്റും ഇൻവെസ്റ്റേഴ്സിന് ലഭിക്കും. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നമുക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ട് പെർഫോം ചെയ്യാനായിട്ട് അടുത്ത മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള 2 സ്റ്റോക്കുകളാണ് വേദാന്ത ലിമിറ്റഡും ഹിന്ദുസ്ഥാൻ സിങ്കും. ഒപ്പം നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസൊക്കെ അസസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ റെയിൽവേ റിലേറ്റഡ് സെഗ്മെൻറ്റ് വലിയ രീതിയിലുള്ള മുന്നേറ്റത്തിനാണ് പോകുന്നത്. തീർച്ചയായിട്ടും വന്ദേ ഭാരത് സ്ലീപ്പർ മെട്രോ ട്രെയിനുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. അതുപോലെ തന്നെ ധാരാളം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് റെയിൽവേ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം റെയിൽവേ റിലേറ്റഡ് സെഗ്മെൻറ്റുള്ള ജൂപ്പിറ്റർ വാഗൻസ്, ടിറ്റാഗ്ര റെയിൽവേ സിസ്റ്റം, ടെക്സ്മാക്കോ റെയിൽ, അതുപോലെ തന്നെ സീമൻസ്, ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. അതുപോലെ തന്നെ റെയിൽവേ ഫോർജ്ഡ് വീലി മാനുഫാക്ചറിങ് രംഗത്ത് ഇറങ്ങിയിട്ടുള്ള RK ഫോർജിങ്സ് ഈ കമ്പനീനെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവാണ്. റിന്യൂവബിൾ എനർജി രംഗത്ത് തീർച്ചയായിട്ടും ബഡ്ജറ്റിൽ വലിയ രീതിയിലുള്ള അനൗൺസ്മെൻറ്റൊക്കെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഓൾറെഡി റിന്യൂവബിൾ എനർജി രംഗത്തുള്ള സ്റ്റോക്കുകളൊക്കെ വളരെ ഹൈ പിയിലൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഫണ്ടമെൻ്റലി ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഈ Q1 റിസൾട്ട് കഴിയുമ്പോൾ വീണ്ടും മുന്നേറാനുള്ള ചാൻസസ് ഉണ്ട്. എന്നിരുന്നാലും ബഡ്ജറ്റ് വരെ ഒന്ന് വെയിറ്റ് ആൻഡ് വാച്ച് അപ്രോച്ച് എടുക്കുന്നതാണ് ഇപ്പോഴത്തെ വാല്യുവേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത്. നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ധാരാളം കൈവച്ചിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രോഫിറ്റബിലിറ്റി അവർക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റാലിറ്റി രംഗത്തുള്ള സ്റ്റോക്കുകൾ നല്ല ഇപ്പോൾ പ്രൈസ് ഏർണിംഗ് റേഷ്യോയിലൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഇന്ത്യൻ ഹോട്ടൽസ്, ജൂനിപ്പർ ഹോട്ടൽസ്, ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ ബഡ്ജറ്റിൽ ഫേവറബിൾ അനൗൺസ്മെൻറ്റ് വരികയാണെങ്കിൽ മുന്നേറാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ആണ് നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Q1 റിസൾട്ട് പ്രത്യേകിച്ച് ഇൻഫോസിസ്, TCS, HCL ഒക്കെ ബെറ്റർ ദാൻ എക്സ്പെക്ട് റിസൾട്ട് കാഴ്ചവെക്കുന്നതാണ് എക്സ്പെക്റ്റേഷൻ. അങ്ങനെ വരുമ്പോൾ പൊതുവെ ടെക്നോളജി റാലി വീണ്ടും ഇന്ത്യയിൽ സംഭവിച്ചേക്കാം. അതുപോലെ തന്നെ JP മോർഗൻ ബോണ്ട് ഇൻഡെക്സിൽ നമ്മുടെ സോവറിൻ ബോണ്ടുകളെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ബാങ്കുകളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ന്യൂസാണ്. ഇന്ത്യയിൽ ലോ കോസ്റ്റ് ഫണ്ടിങ് ധാരാളം അവൈലബിൾ ആവും അടുത്ത മാസങ്ങളിലൊക്കെ. ഇത് ഏറ്റവും പ്രോഫിറ്റബിലിറ്റി കൂട്ടാൻ പോകുന്ന ബാങ്കിങ് സ്റ്റോക്കുകൾക്കാണ്. ഒപ്പം അത് പൊതുവെ ഇൻഫ്രാസ്ട്രക്ചർ സെഗ്മെൻറ്റിലും അതുപോലെ തന്നെ ഗവൺമെൻറ് എക്കണോമിക്കൊക്കെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ ഓവറോൾ നമ്മളെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് ടെറിട്ടറിയിൽ
നമ്പറിലാണ് നമ്മുടെ മാർക്കറ്റ് നിൽക്കുന്നത്. ഒപ്പം നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ എണ്ണം 9 കോടി ആയിരിക്കുകയാണ്. ടോട്ടൽ ഫോളിയോ സൈസ് നോക്കുകയാണെങ്കിൽ 16 കോടി ആയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ NSEയുടെ കണക്കൊക്കെ സൂചിപ്പിക്കുന്നത് അറൗണ്ട് 31 കോടി ഹൗസുകളാണ് നമുക്ക് ഹൗസ് ഹോൾഡ് ആണ് നമുക്കുള്ളത്. അതിൽ 7.5 കോടി ഹൗസ് ഹോൾഡ്സിലും ഡിമാറ്റും എത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ്. തീർച്ചയായിട്ടും ഇതും വളരെ പോസിറ്റീവ് ന്യൂസാണ്. SIP കോൺട്രിബ്യൂഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു, മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോ കൂടിക്കൊണ്ടിരിക്കുന്നത് ഒക്കെ പോസിറ്റീവാണ്. എന്നിരുന്നാലും മാർക്കറ്റ് ഹൈ വാല്യുവേഷനിൽ ട്രേഡ് ചെയ്യുന്ന കാരണം റെഗുലേറ്റേഴ്സ് വളരെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള പല മെഷേഴ്സൊക്കെ എടുത്തേക്കാം. അതുകൊണ്ട് തന്നെ അറ്റ് എവരി റൈസിൽ എല്ലാ ഇൻവെസ്റ്റേഴ്സും മീഡിയം ടു ഷോർട്ട് ടൈമിലുള്ള ഇൻവെസ്റ്റേഴ്സ് അറ്റ്ലീസ്റ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ഡിസിഷൻ നന്നായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസിഷൻ എടുത്ത് പോകുന്നത് തീർച്ചയായിട്ടും വൊളാറ്റിലിറ്റിയിൽ മാർക്കറ്റ് താഴെ വരുമ്പോൾ വീണ്ടും എൻട്രി ചെയ്യാനൊരു അവസരം നൽകുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് ഉള്ളത്. നമ്മളെ സംബന്ധിച്ച് വലിയ ക്രാഷ് ഒന്നും ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. മറിച്ച് പല സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള പല നെഗറ്റീവ് ന്യൂസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതാത് സെക്ടറിലൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കാം. ഒപ്പം ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വാർ ഒരു പക്ഷേ ഒത്തുതീർന്നേക്കാം എന്നുള്ള റിപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ വരുമ്പോൾ പൊതുവേ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റൊക്കെ മാർക്കറ്റിൽ വീണ്ടും ഉണ്ടാക്കാനുള്ള ചാൻസ് തന്നെയാണ് കാണുന്നത്. എന്നിരുന്നാലും ഹൈ പിയിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന കാരണം റെഗുലേറ്റർ ഒരു പക്ഷേ സ്ട്രിഞ്ചൻ്റ് മെഷർ എടുത്തേക്കാം. അതിനനുസരിച്ചുള്ള ടൈറ്റ്നെസ് ഒക്കെ മാർക്കറ്റിൽ വന്നേക്കാം, ലിക്വിഡിറ്റി ഒക്കെ ഇമ്പാക്റ്റഡ് ആയേക്കാം. അപ്പോൾ എവരി റൈസിൽ നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്റ്റോക്കുകളിൽ പ്രോഫിറ്റ് എടുക്കുന്ന ഒരു ഡിസിഷൻ നന്നായിരിക്കും. അതോടൊപ്പം തന്നെ നല്ല IPOs ഒക്കെ പലതും വരുന്നുണ്ട്. നമ്മൾ ഡെയിലി പോഡ്കാസ്റ്റിൽ IPO റിവ്യൂ കൊടുക്കുന്നുണ്ട്. അതിനനുസരിച്ച് IPOയിൽ നിക്ഷേപിക്കാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിന് IPOയിൽ നിക്ഷേപിക്കാവുന്നതാണ്. SME സെഗ്മെൻറ്റിൽ ഇപ്പോൾ ഫസ്റ്റ് ഡേ ഗെയിനൊക്കെ 90% കൺട്രോൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് അത്തരത്തിലുള്ള മെഷേഴ്സ് വീണ്ടും വന്നേക്കാം. അപ്പോൾ ആ ഒരു വൊളാറ്റിലിറ്റിക്കൊക്കെ ഒരു പക്ഷേ കുച്ചുവിലങ്ങ് ഇടുന്ന തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ റെഗുലേറ്റർ എടുത്തേക്കാം. ഇത് ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ്, മാർക്കറ്റിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മെഷേഴ്സൊക്കെ നമുക്ക് കാണാൻ സാധിച്ചേക്കും. എന്നിരുന്നാലും നമ്മൾ അടുത്ത ദിവസങ്ങളിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കമോഡിറ്റി ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റ് റാലി തന്നെയാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റും നമുക്ക് ലഭിക്കാം. നമ്മൾ ഓഫ് കോഴ്സ് നല്ല ഹൈ പിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കോഷനും വെച്ച് പുലർത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്ക്ലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.